കേരളത്തിൽ അടുത്ത 5 ദിവസം കൂടി വ്യാപക മഴയ്ക്ക് സാധ്യത. പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിൽ രൂപപ്പെട്ട വിഫ ചുഴലിക്കാറ്റ് ന്യൂനമർദ്ദമായി വീണ്ടും ശക്തി പ്രാപിച്ചു. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. സനിസ ശോഭാചന്ദ്രൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. സനിസ, വരും ദിവസങ്ങളിലും മഴ തുടരുമെന്നാണോ? ഏതൊക്കെ ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്? അമൃത, വരും ദിവസങ്ങളിലും മഴ ശക്തമായി തന്നെ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. ഇന്ന് 2 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. ബാക്കി മറ്റ് ജില്ലകളിലൊക്കെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിൽ രൂപപ്പെട്ട വിഫ ചുഴലിക്കാറ്റ് ദുർബലമായി വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ പ്രവേശിച്ച് ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിൽ സംസ്ഥാനത്താകെ വരുന്ന 5 ദിവസം മഴ ശക്തമാകുന്നത്. ഈ ന്യൂനമർദ്ദം തുടർന്നുള്ള 24 മണിക്കൂറിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറാനും സാധ്യതയുണ്ട്. തുടർന്നുള്ള 24 മണിക്കൂറിൽ പശ്ചിമ ബംഗാൾ, ഒഡീഷ തീരത്തേക്ക് ഇത് നീങ്ങാനും സാധ്യതയുണ്ട്. കൂടാതെ തന്നെ മഹാരാഷ്ട്ര തീരം മുതൽ കേരള തീരം വരെ ന്യൂനമർദ്ദ പാത്തിയും രൂപപ്പെട്ടിട്ടുണ്ട്. ഇതേ തുടർന്ന് ഇന്ന് മുതൽ 26 വരെ അതിശക്തമായ മഴയ്ക്കും 27, 28 ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കേരളത്തിന് മുകളിൽ വടക്കു പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുന്നതും മറ്റ് അപകടങ്ങളിലേക്കൊക്കെ നയിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ കേരള തീരത്ത് 28 വരെ മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഉയർന്ന തിരമാലയ്ക്കും അതുപോലെ തന്നെ കടലാക്രമണത്തിനും ഒക്കെ സാധ്യതയുണ്ട്. കാറ്റും ശക്തമാണ്. മലയോര മേഖലയിലുള്ളവരും താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും അതുപോലെ തന്നെ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ഒക്കെ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പറയുന്നത്. അമൃത. ശരി, സനിസ ശോഭാചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.